പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചത് സഭയുടെ യഥാസ്ഥാനത്തെക്കുറിച്ചാണ്. സഭ യഥാസ്ഥാനപ്പെടേണ്ടത് ഏതൊക്കെയാണ്? ഒന്ന്, സഭയുടെ കൃപാവരങ്ങളിലേക്ക് യഥാസ്ഥാനപ്പെടണം. മെസ്സേജിൽ യഥാസ്ഥാനം ഉണ്ടാകണം. സഭയുടെ കെട്ടുപണി എന്ന് പറഞ്ഞാൽ അപ്പോസ്തലന്മാർ, പ്രവാചകന്മാരാൽ, സുവിശേഷകന്മാർ, ഇടയന്മാരാൽ നയിക്കപ്പെട്ട സഭയാണ് വാസ്തവമായിട്ടുള്ള സഭ. അവിടെയാണ് ജനത്തെ വളർത്തിയെടുക്കുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിക്കുകയുണ്ടായി. ഇനി നമ്മളെ ദൈവം ഒരു രാജകീയ പുരോഹിത വർഗമായിട്ടാണ് വിളിച്ചിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായി. ഇനി യേശു ഈ ലോകത്തിലായിരുന്നപ്പോൾ അവൻ എല്ലാ ദിവസവും ദൈവസന്നിധിയിൽ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്തിരുന്നു. ജനത്തിന് വേണ്ടി പക്ഷപാതം ചെയ്തിരുന്നു. അതുപോലെ തന്നെ യേശു ഇന്നും റോമാലേഖനത്തിൽ പറയുന്നത് യേശു ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ, അവൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയെക്കുറിച്ച് നമുക്ക് എബ്രായലേഖനം 10:19 മുതലുള്ള വാക്യത്തിൽ നമുക്ക് കാണാവുന്നതാണ്. യേശു ക്രിസ്തു ഇവിടെ ആയിരുന്നപ്പോൾ താൻ മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം ഒരു മഹാപുരോഹിതനാണെന്നാണ് എബ്രായ ലേഖനം പഠിപ്പിക്കുന്നത്. യഹൂദ ഗോത്രത്തിൽ നിന്ന് ജനിച്ച യേശുക്രിസ്തു ലേവിയ ഗോത്രത്തിൻ്റെ ശുശ്രൂഷയല്ല ചെയ്തുകൊണ്ടിരുന്നത്, മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള ഒരു ശുശ്രൂഷയാണ് ചെയ്തുകൊണ്ടിരുന്നത്. മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം എബ്രായ ലേഖനം 5:7-8 വാക്യം നോക്കുമ്പോൾ എങ്ങനെയാണ് ഒരു പുരോഹിത ശുശ്രൂഷ അവിടെ ചേരുന്നത്? ക്രിസ്തു തൻ്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അഭയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. അപ്പോൾ യേശു ക്രിസ്തു ദൈവസന്നിധിയിൽ ജനത്തിനു വേണ്ടി തനിക്ക് വേണ്ടിയും എന്ത് ചെയ്തുകൊണ്ടിരുന്നു? ഉറച്ച നിലവിളിയും കണ്ണുനീരും അഭയാചനയും കഴിച്ചുകൊണ്ടിരുന്നു. ഭയഭക്തി നിമിത്തമാണ് ഉത്തരം ലഭിച്ചുകൊണ്ടിരുന്നത്. അപ്പം മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം ഒരു പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുക എന്ന് പറഞ്ഞാൽ ജനത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ദൈവസേനയിൽ എന്ത് ചെയ്യുക? പക്ഷപാതം കഴിക്കുക. ഇന്നും പക്ഷപാതം കഴിച്ചുകൊണ്ടിരിക്കുന്നെന്ന് പറഞ്ഞു. അപ്പം നമുക്കും ഇതുപോലെ ഒരു പൗരോഹിത്യ ശുശ്രൂഷയാണ് ചെയ്യാനിരിക്കുന്നത്. അതിനുവേണ്ടി യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഒരു പുതുവഴി കാണിച്ചു തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരു വഴി തുറന്ന്, ക്രൂശിൽ കൂടി ഒരു വഴി തുറന്നു തന്നിട്ടുണ്ട്. അത് എബ്രായ ലേഖനം 10:19 വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാം, യേശു തൻ്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി. അപ്പം നമുക്ക് മഹാപുരോഹിതൻ്റെ അടുക്കൽ ചെന്ന് നമുക്ക് പക്ഷപാതം ചെയ്യുവാൻ, നമുക്കോ അല്ലെങ്കിൽ നമ്മുടെ മറ്റുള്ളവർക്ക് വേണ്ടിയോ, നമുക്ക് ദേശത്തിന് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, സഭയിലുള്ള വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി എല്ലാം പക്ഷപാതം ചെയ്യുവാൻ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. രാജാക്കന്മാർക്ക് വേണ്ടി, നമ്മളെ ഭരിക്കുന്നവർക്ക് വേണ്ടി, ഭരണാധികാരികൾക്ക് വേണ്ടി, നമുക്ക് സീനിയേഴ്സിന് വേണ്ടി എല്ലാം പക്ഷപാതം ചെയ്യുവാൻ നമ്മളെ ഏൽപ്പിച്ചിരിക്കുക. പക്ഷേ എങ്ങനെയാണ് നമ്മൾ ആ പക്ഷപാതം ചെയ്യുന്നത്? അതിൻ്റെ ഒരു മാർഗം ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. യേശു തൻ്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി. അപ്പോൾ ഒരു വഴി നമുക്ക് തുറന്നു തന്നിട്ടുണ്ട്. യേശു ക്രൂശിൽ കൂടി ഒരു വഴി നമുക്ക് വേണ്ടി തുറന്നു തന്നു. തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും. അപ്പം നമുക്ക് ഒരിക്കലും പഴയ നിയമത്തിൽ ആണ്ടിലൊരിക്കൽ മാത്രം മഹാപുരോഹിതൻ കയറിയിരുന്ന അതിവിശുദ്ധ മന്ദിരത്തിനകത്തേക്ക് കയറുവാൻ ആർക്കും അവകാശമില്ല. അത്ര ഭയങ്കരമാണ് അവിടുത്തെ ശുശ്രൂഷ, അവിടുത്തെ ദൈവസാന്നിധ്യം. എന്നാൽ ഇന്ന് ദേവാലയത്തിൽ ഒരു മഹാപുരോഹിതൻ നമുക്ക് വേണ്ടി ഉള്ളവൻ, നമുക്ക് മഹാപുരോഹിതൻ്റെ അടുക്കലേക്ക് കയറി ചെല്ലുവാൻ യേശു ക്രിസ്തുവിൻ്റെ നിർദോഷമായ രക്തം മുഖാന്തരം നമ്മുടെ മനസ്സാക്ഷിയെ കഴുകി വെടിപ്പാക്കി ഈ രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് അകത്ത് മഹാപുരോഹിതൻ്റെ അടുക്കൽ ചെല്ലുവാനുള്ള ഒരു വഴി, ധൈര്യം, ഒരു വഴി, അതിനുള്ള അവകാശം നമുക്ക് നേടിത്തന്നിരിക്കുകയാണ്. അപ്പം നമുക്ക് ഈ മഹാപുരോഹിതൻ്റെ അടുക്കൽ ചെല്ലുവാൻ നമുക്ക് ധൈര്യം പകർന്നു. ധൈര്യവും ദേവാലയത്തിൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളതുകൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടു വരും. അപ്പം നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കണം. അതാണ് നമുക്ക് മാനസാന്തരം ഉണ്ടാകണമെന്ന് പറഞ്ഞ്. നമ്മൾ മനസാക്ഷി വേണ്ടാത്ത മനസാക്ഷിയുമായിട്ട് നമുക്ക് അകത്തോട്ട് കയറി ചെല്ലുവാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെ പോക്കുന്ന രക്തത്താൽ നമ്മൾ കഴുകൽ പ്രാപിക്കണം. വചനം കേട്ട് നമ്മൾ ശുദ്ധീകരിക്കപ്പെടണം. ആ നല്ല മനസാക്ഷിയുമായിട്ടാണ് നമ്മളതിൻ്റെ
പ്രാർത്ഥനയ്ക്ക് വേണ്ടി അകത്ത് ചെല്ലണ്ടേ? യേശു തന്നെ സുവിശേഷങ്ങളിൽ പറഞ്ഞു, നീ ഒരു വഴിപാട് കഴിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് ആരോടെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണം? അവനോട് നിരപ്പ് പ്രാപിക്കണം. ഏറ്റവും ഒന്നാമത്തെ ഒരു വലിയ പ്രധാന കാര്യമാണ് നിങ്ങൾ തമ്മിൽ എന്ത് ചെയ്യണം? ക്ഷമിക്കണം എന്നുള്ളത്. നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ എന്ത് ചെയ്യണം? എല്ലാവരോടും ക്ഷമിച്ചിരിക്കണം. നല്ല മനസ്സാക്ഷി ഉണ്ടായിരിക്കണം. ആരെക്കുറിച്ചും ദോഷമായി ഒന്നും ചിന്തിക്കരുത്. അന്യായ ബന്ധനങ്ങളെ അഴിച്ചു കളയണം. എല്ലാ നുഖത്തെയും തകർക്കണം. ഇതൊക്കെ പഴയ നിയമത്തിലും പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം നമുക്ക് പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഓർമ്മ നൽകി തരും. അപ്പം നല്ലൊരു മനസ്സാക്ഷിക്ക് വേണ്ടി നമ്മൾ ദൈവത്തോട് അപേക്ഷിക്കുന്നതാണ് സ്നാനമെന്ന് പറയുന്നത്. അതുപോലെ മനസ്സാക്ഷി ശുദ്ധീകരിക്കപ്പെടാൻ യേശുവിൻ്റെ രക്തം മതിയായതാണ്. ആ രക്തത്താൽ നമ്മൾ മനസ്സാക്ഷിയെ കഴുകിക്കൊണ്ട് ഹൃദയങ്ങൾ തളിക്കപ്പെട്ടൊരു ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം. രണ്ടാമത്തെ കാര്യമാണ് നമുക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരിക്കണം. ഞാൻ അപേക്ഷിക്കുന്ന ഈ കാര്യത്തിൽ എനിക്ക് ദൈവം ഇത് ചെയ്തു തരും. ആ വിശ്വാസത്തിൻ്റെ പൂർണ്ണത നമുക്കുണ്ടാകണം. പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. പിന്നെ പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചുകൊള്ളുക. വാഗ്ദത്തം ചെയ്യുവാൻ വിശ്വസ്തനല്ലോ. അപ്പോൾ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകരുത്. കുറേ നാൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമ്മുടെ പ്രത്യാശ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. ഇനി ഇതിനൊരു മറുപടിയില്ല. എല്ലാവരും അവിശ്വാസം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഭയം, സംശയം, അവിശ്വാസമൊക്കെ നമ്മുടെ ഹൃദയങ്ങളിൽ ഉളവായി വരും. അതുകൊണ്ട് അങ്ങനെയല്ല പറഞ്ഞത്, പ്രത്യാശയോടെ ഇരുമനസ്സുള്ളവൻ കർത്താവിൽ നിന്ന് ഒന്നും പ്രാപിക്കുകയില്ലെന്ന് യാക്കോബിൻ്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരുമനസ്സുണ്ടാകാതെ മനസ്സിൽ ധൈര്യമുണ്ടാകുവാൻ ദൈവത്തിൻ്റെ ശക്തി ഏറ്റെടുത്തുകൊണ്ട് ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തോട്ടാണ് നമ്മൾ ചെല്ലുന്നത്. അപ്പം നമുക്ക് അവിടെ ചെന്ന് പ്രാർത്ഥിക്കാൻ ദൈവം ഒരു പുതുവഴി തുറന്നിട്ടുണ്ട്. പക്ഷേ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് യേശു ഒരു മാതൃക കാണിച്ചു തന്നിട്ടുണ്ട്. അതാണ് 5-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്ത് ചെയ്യണം? നമ്മെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നത്. അപ്പം നമുക്ക് ആത്മമരണം സംഭവിക്കാതിരിപ്പാൻ നമ്മൾ അപേക്ഷിക്കുന്ന വ്യക്തികൾക്കും എന്ത് ചെയ്യണം? അവർക്കും വിടുതലുണ്ടാകേണ്ടതിന് അവരുടെ അകൃത്യങ്ങളെയും പാപങ്ങളെയും നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് നാം ക്രൂശിൻ്റെ അടുക്കൽ കടന്നു വരുവാണ്. അവരുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി നാം ഏറ്റുപറയുകയാണ്. ദേശത്തിൻ്റെ അകൃത്യങ്ങൾക്ക് വേണ്ടി ഏറ്റുപറയുന്നു. അതുപോലെ നമ്മുടെ രാജാക്കന്മാർക്കും സ്ഥാനാപതികൾക്കും വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? പക്ഷപാതം കഴിക്കുന്നു. ഇവിടെ എങ്ങനെ ചെയ്യുന്നു പറഞ്ഞു? തന്നെ മരണത്തിൽ രക്ഷിപ്പാൻ കഴിയുന്നതിനോട് ഉറച്ച നിലവിളിയും കണ്ണുനീര്, അപേക്ഷ, അഭയാചന, അതിൻ്റെ കൂടെ ഭയഭക്തി, ദൈവത്തോടുള്ള ഭയവും ഭക്തിയും, ഇത് മുഖാന്തരമാണ് നമുക്ക് ഉത്തരം ലഭിക്കേണ്ടത്. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് ഈ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യാനാണ് നമ്മളെ ദൈവം എന്ത് ചെയ്തിരിക്കുന്നത്? വിളിച്ച് ആക്കി വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഒറ്റയ്ക്കും ദൈവസേനയിൽ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്നവരാണ്, പക്ഷപാതം ചെയ്യുന്നവരാണ്. അതുകൂടാതെ നമ്മൾ സഭയായി ചിലപ്പോൾ അല്ലെ കൂട്ടായ്മയായി പല വ്യക്തിജീവങ്ങൾ കൂടി 2-3 പേർ 3-4 പേർ ഒക്കെ കൂടെ ഇരുന്ന് എന്ത് ചെയ്യും? ദൈവസേനയിൽ ദേശത്തിന് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി, നമ്മുടെ ഈ സമയത്ത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ് തലമുറകൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ. ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. കാരണം മാതാപിതാക്കൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. നമ്മൾ തോന്നും അകന്നു പോയിട്ടില്ലെന്ന് നമുക്ക് തോന്നും. കാരണം മൂടുപടം നമ്മുടെ മേൽ കിടക്കുന്നു. ആ മൂടുപടം മാറണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കണം, വചനത്തിൻ്റെ ശക്തി വ്യാപരിക്കണം. അപ്പോൾ നമ്മുടെ മൂടുപടം നീങ്ങി നമ്മൾ പ്രകാശമുള്ളവരായിത്തീരും. എഴുന്നേറ്റ് പ്രകാശിക്കുക, നിൻ്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിൻ്റെ മേൽ ഉദിക്കുമെന്ന് പറഞ്ഞു. ആ തേജസ് നമ്മുടെ മേൽ ഉണ്ടാകണം. അപ്പോഴേ നമുക്ക് കാഴ്ചപ്പാട് ലഭിക്കത്തുള്ളൂ. മറ്റുള്ളവർ ഏത് അവസ്ഥയിലാണ് കിടക്കുന്നത്, ജനം എവിടെയാണ് കുടുങ്ങിക്കിടക്കുന്നത്. കർത്താവ് നമുക്കൊരു അഭിഷേകം തന്നിരിക്കുന്നത്. യെശയ്യാ 61-ലും ലൂക്കോസ് 4-ലും ഒക്കെ പറയുന്നത് ബദ്ധന്മാരെ വിടുവിക്കണം, കാരാഗ്രഹത്തിൽ കിടക്കുന്നവരെ അവരെ കാരാഗ്രഹത്തിൽ നിന്ന് അവരെ പുറത്തെടുക്കണം, മനം തകർന്നവരുടെ മുറിവുകളെ കെട്ടണം, ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിക്കണം, സിയോനിലെ ദുഃഖിതന്മാർക്ക് ആശ്വാസം കൊടുക്കണം. ഇങ്ങനെ ചില ഡ്യൂട്ടികൾ ഈ പുരോഹിതന്മാരായ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട് ദൈവം. ഈ ഡ്യൂട്ടികൾ നമ്മൾ ചെയ്യേണ്ടതാണ്. ഇത് ചെയ്യാത്തത് കൊണ്ട് ഇന്ന് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? സഭയ്ക്ക് യഥാസ്ഥാനമില്ല. സഭയിലെ ജനം ആടുകളെ പോലെ അലഞ്ഞു നടക്കുക. അവർക്ക് വിടുതൽ കിട്ടാതെ ആടുകൾക്ക് എന്താ വേണ്ടി? ഇലയും പോച്ചയും പുല്ലുമൊക്കെയാണ് വേണ്ടത്. അതിനുവേണ്ടി അലഞ്ഞു തിരിഞ്ഞ് നടക്കുക. അവർക്ക് ഈ ഭൗതികമായി നമ്മുടെ ശരീരത്തിൻ്റെ വിടുതൽ കർത്താവ് പറഞ്ഞു, മുന്നമേ എൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക, ഇതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് തരാം. രാജ്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും നിയമങ്ങളെക്കുറിച്ചും ദൈവം നമ്മളെ ഏൽപ്പിച്ച ദൗത്യത്തിലേക്ക് നമ്മളൊന്ന് മടങ്ങി വരികയാണെങ്കിൽ
നമുക്ക് ലഭിക്കേണ്ട ആശ്വാസകാലങ്ങളെ നമുക്ക് ലഭിക്കും. കർത്താവിൻ്റെ ആശ്വാസപ്രദം നമ്മളിലേക്ക് ഇറങ്ങി വരും. പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരും. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടതിനെ സൃഷ്ടിച്ചു തരുവാൻ ശക്തനായ ഒരു ദൈവമാണ്, സൃഷ്ടാവായ ദൈവം. കാരണം ആദിയിൽ പാഴും ശൂന്യമായിരുന്ന ഭൂമിയുടെ മേൽ ഇരുള് വ്യാപരിച്ചു കിടന്ന അവസ്ഥയിൽ ഇരുളിൻ മീതെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. അവിടെ വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞു. വെളിച്ചം എന്ന് പറഞ്ഞാൽ ഇരുളിനെ മാറ്റുന്ന അറിവാണ്, അത് പ്രകാശം കൊടുക്കുന്നതാണ്. അത് നിങ്ങൾ ഭൂമിയുടെ വിളക്കാണെന്ന് പറഞ്ഞു. നിങ്ങൾ വീട്ടിലുള്ളവർക്ക് വെളിച്ചം കൊടുക്കുന്നവരാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വ്യക്തിയായിരിക്കും ചിലപ്പോൾ ഒരു വീട്ടിൽ നിന്ന് വിളിച്ചിരിക്കുന്നത്. ആ വ്യക്തിയുടെ വിളക്ക് കത്തിയെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് ഈ അറിവ് പകർന്നു കൊടുക്കാൻ കഴിയത്തുള്ളൂ, പ്രകാശം കൊടുക്കുവാൻ കഴിയത്തുള്ളൂ. അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ ദിവസങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉണരുക, എഴുന്നേൽക്കുക. ഉണരുക, എഴുന്നേൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ആർക്കും മനസ്സിലാകത്തില്ല. നമ്മൾ ഇരുട്ടി കിടക്കുമ്പോൾ പല പ്രാവശ്യം പറഞ്ഞു, ഉറങ്ങുന്നവനെയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉണർന്ന് എഴുന്നേൽക്കുക, ക്രിസ്തു നിൻ്റെ മേൽ പ്രകാശിക്കും. ആർക്കും ഇത് ഗ്രഹിക്കത്തില്ല. നമ്മൾ മൂടുപടം വിട്ട് കിടക്കുമ്പോൾ നമുക്കിത് ഗ്രഹിക്കുന്നില്ല. എന്നാൽ ഈ ദിവസങ്ങൾ ഉണരുക, എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുന്നേറ്റ് വചനവുമായിട്ട് എഴുന്നേറ്റ് ദൈവത്തിൻ്റെ സന്നിധിയിലേട്ട് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് എവിടെയാണ് ഞങ്ങൾ മടങ്ങി വരേണ്ടത്, എന്തൊക്കെയാണ് ഞങ്ങൾക്ക് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇവരെ വിടുവിക്കേണ്ടത്. ഈ തലമുറ ഇങ്ങനെ തിരിഞ്ഞു പോകുന്നു. ഈ ദൈവദാസന്മാരുടെ അവസ്ഥകൾക്ക് വേണ്ടി അവർ മുൻനിരയിൽ നിന്ന് യുദ്ധം ചെയ്യുന്നവരാണ്. അവർക്ക് വേണ്ടി എങ്ങനെയാണ് ഞങ്ങൾ പക്ഷപാതം ചെയ്യേണ്ടത്, ഞങ്ങളുടെ രാജ്യത്തിലെ ഹാലലിയ മന്ത്രിമാർക്ക് വേണ്ടി, ഹാലലിയ പട്ടാളക്കാർക്ക് വേണ്ടി, രാജ്യത്തെ നയിക്കുന്നവർക്ക് വേണ്ടി, ജഡ്ജിമാർക്ക് വേണ്ടിയൊക്കെ എങ്ങനെയാണ് പക്ഷപാതം ചെയ്യേണ്ടത്. നമ്മുടെ എല്ലാ സിസ്റ്റംസും, എല്ലാം മെഡിക്കൽ സിസ്റ്റംസ്, എല്ലാ സിസ്റ്റംസും തെറ്റിക്കിടക്കുക. അനീതിയും എല്ലാ അനീതിയുള്ളൊരു വല്ലാത്ത ഭരണം നമ്മുടെ ഇടയിൽ വന്നു കിടക്കുമ്പോൾ ഈ ദിവസങ്ങൾ നമ്മൾ ഉറങ്ങിക്കിടക്കുവാനല്ല, ഉറങ്ങിക്കിടക്കുക അല്ല എഴുന്നേൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ശക്തിയോട് ദൈവസനയിൽ ഈ വിഷയങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുക എന്നുള്ളതാണ്. അവരുടെ തെറ്റുകളോ പാപങ്ങളോ ചിലപ്പോൾ നമ്മൾ അറിയുന്നില്ല. ദേശം എങ്ങനെ ആയിരിക്കുന്നതിനുള്ള കാര്യം എന്താ, എന്തുകൊണ്ടാണ് ദേശത്തെ നശിപ്പിക്കുന്നത്, അതുകൊണ്ട് ദേശത്ത് എന്താണ് ഈ അനർത്ഥങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വിളക്കാണ് കത്തേണ്ടത്. അപ്പോൾ യഥാസ്ഥാനപ്പെടുന്നത് ദേശത്തിനല്ല. നമ്മളിവിടെ നിന്നുകൊണ്ട് അവരോട് പറയുക അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അവരെ അല്ല ഏൽപ്പിച്ചിരിക്കുന്നത്. നമ്മളുടെ വിളക്ക്, സഭ വിളക്ക് കത്തിയെങ്കിൽ മാത്രമേ ദേശത്തിന് സൗഖ്യം ഉണ്ടാകത്തുള്ളൂ. സഭ മടങ്ങി വരണം, വ്യക്തി ജീവിതങ്ങളായിട്ട് മടങ്ങി വരണം, ദൈവത്തെങ്കിലേക്ക് മടങ്ങി വന്ന് യഥാസ്ഥാനപ്പെടണം. ഒരു വീട്ടിൽ ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയെ കൊണ്ട് ദൈവം ആ വീടിനെ ശോഭിപ്പിക്കുമാറാക്കുന്നത്, വിളക്ക് കത്തിക്കുന്നത്, അവർക്ക് അറിവ് കൊടുക്കുന്നത്, ആ പ്രകാശം കൊടുക്കുന്നത്. ആ വ്യക്തി ആ കുടുംബത്തെ പ്രകാശിപ്പിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് അത് ദേശത്തേക്ക് ഇറങ്ങുവാനിടയും അത് സഭയിലേക്ക് ചെല്ലും. സഭ ഉണർന്നാൽ ആ ദേശത്തിന് സൗഖ്യം വിടുതൽ ഉണ്ടാകും. അനന്യാസ് എന്ന ഒരു വ്യക്തി ഇരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ സഭയെ ഉപദ്രവിക്കാൻ കടന്ന നിയമപത്രവുമായിട്ട് പത്രവുമായിട്ട് കടന്നു വന്ന ശൗലിനെ ദൈവം എന്ത് ചെയ്തു, അവിടെ വെച്ച് സന്ദർശിച്ചു. ആ ശൗല് ദൈവസനിൽ മടങ്ങി വന്നു കഴിഞ്ഞപ്പോൾ സഭയ്ക്ക് മുഴുവൻ സന്തോഷമായി, യഥാസ്ഥാനമായി, അവരുടെ ഉപദ്രവം മാറി. ശൗലിന് വേണ്ടി പക്ഷപാതം ചെയ്യാൻ തുടങ്ങി, ശൗലിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ തുടങ്ങി. ഇങ്ങനെയെങ്കിൽ ദേശത്ത് ദൈവസഭയെ ഉപദ്രവിക്കുന്ന, അല്ലെ നമ്മുടെ കുടുംബത്തെ തലമുറകളെ ഉപദ്രവിച്ച് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി നാം പക്ഷപാതം ചെയ്യുക. ദൈവം അവരുടെ മേൽ എന്ത് അധികാരം ഉണ്ടെങ്കിലും, എന്ത് അധികാരപത്രം ഉണ്ടെങ്കിലും ദൈവ അധികാരം, ആ വെളിച്ചം ഹേതുവായിട്ടാണ് ആ അധികാരപത്രം കയ്യിൽ നിന്ന് താഴെ പോയത്. അങ്ങനെ നമ്മുടെ മേൽ വ്യാപരിക്കുന്ന വെളിച്ചം, നമ്മുടെ പ്രാർത്ഥനാ ശക്തി, ഇൻ്റർസെഷൻ്റെ ശക്തി മൂലം ആ നമ്മളെ ഉപദ്രവിക്കാൻ, പീഡിപ്പിക്കാൻ കടന്നു വരുന്ന ആ അധികാരങ്ങൾ, ആ അധികാരപത്രങ്ങൾ ദൈവം തകർത്ത് കളഞ്ഞുകൊണ്ട് ആ വ്യക്തിയെ ദൈവത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി ഒരു മുതൽക്കൂട്ടാക്കി ദൈവം മാറ്റിയെടുക്കുവാൻ ശക്തനായ ദൈവമാണ്. ഈ പ്രാർത്ഥന, ഈ അധികാരങ്ങളൊക്കെ ദൈവസഭയ്ക്കും ദൈവരാജ്യമായിരിക്കുന്ന നമ്മുടെ കയ്യിലുമാണ്. ഈ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്ന നമ്മുടെ കയ്യിലുമാണ് ദൈവം പരമേൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങൾ ഉണരുക, നാം ഉണർന്ന് ഉണരുക എന്ന് പറഞ്ഞാൽ ഹാലലുയ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ അഭിഷേകം തന്നിരിക്കുന്നതിൻ്റെ അളവ് കൂട്ടുക, ശക്തിപ്പെടുക, ആത്മീയ വളർച്ച, പുത്രത്തിൻ്റെ പ്രായത്തിനൊത്ത അളവ് കൂട്ടണം. ശിശു ആയിരുന്നുകൊണ്ട് നമ്മൾ എത്ര നേരം ഇരുന്ന് പ്രാർത്ഥിച്ചാലും അതിൽ കൂടുതൽ അധികാരമൊന്നും നമ്മുടെ മേലെ ഏൽപ്പിക്കത്തില്ല. അതുകൊണ്ട് ശിശുത്വം വിട്ടുമാറി യഥാസ്ഥാനപ്പെടണം. ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനപൂർത്തി പ്രാപിക്കണം. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വളർന്നെങ്കിൽ മാത്രമേ പുത്രത്വം വളരത്തുള്ളൂ. ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനപൂർത്തി പ്രാപിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ആത്മീയ വളർച്ചയിലേക്ക് നയിക്കത്തുള്ളൂ. ആത്മീയ വളർച്ചയില്ലാത്തവരെ, പരിജ്ഞാനമില്ലാത്തവരെ ദൈവം ഒരു കാര്യങ്ങളും അധികാരങ്ങളും ഏൽപ്പിക്കത്തില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങൾ നാം ഉണരുക. പ്രശ്നത്തിലും പ്രയാസങ്ങളും കിടക്കുന്നു. പ്രത്യേകിച്ച് തലമുറകൾക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ ദിവസങ്ങൾ ദേശത്തെ വിടുവിപ്പാൻ ദൈവം ശക്തനായ ദൈവമാണ്. ശിക്ഷാവിധിയിൽ നിന്നും, ദൈവിക കോപത്തിൽ നിന്നും,
ദൈവം കരുണയുള്ള ദൈവമാണ്, അനുതപിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അനുതപിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ഒന്നിച്ച് മടങ്ങി വരാം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. ഒരു നിനവേ പട്ടണത്തിലേക്ക് കടന്നു പോകാൻ യോനയെ ദൈവം അയച്ചപ്പോൾ ആ നിനവേ പട്ടണത്തിൻ്റെ കാഠിന്യ നിമിത്തം യോന പറഞ്ഞു, എനിക്ക് അങ്ങോട്ട് പോകാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞു. നീ എന്തായാലും അനുതപിക്കുന്ന കരുണയുള്ള ദൈവമാണ്, നീ അവരെ എന്ത് ചെയ്യും, മാനസാന്തരപ്പെടുത്തുമെന്ന് പറഞ്ഞു. പക്ഷേ ദൈവം യോനയെ കൊണ്ട് തന്നെ അവിടെ പ്രസംഗിപ്പിച്ചു എന്ന് പറഞ്ഞ പോലെ ദൈവത്തെ അനുസരിക്കുകയോ നമ്മളെ ഉപദ്രവിക്കുകയോ പീഡിപ്പിക്കുകയോ ചെയ്യുന്ന ആ ദേശത്തേക്കോ വ്യക്തികളിലേക്കോ ആയിരിക്കും ദൈവം നമ്മളെ വിടാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിരിക്കും ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് മടിക്കാതെ മറുത്തു പോകാതെ ദൈവസേനയിൽ നാം എഴുന്നേറ്റ് ഉണർന്നിരുന്ന് അവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുക. ആ ദേശത്തിന് വേണ്ടി, നമ്മുടെ രാജ്യത്തിന് വേണ്ടി, നമ്മുടെ പട്ടണങ്ങൾക്ക് വേണ്ടി, നാം പാർക്കുന്ന ദേശങ്ങൾക്ക് വേണ്ടിയൊക്കെ ഈ ദിവസങ്ങൾ മധ്യസ്ഥ ചെയ്യുവാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ്. കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മൾ നമ്മുടെ ഡ്യൂട്ടി ചെയ്യാത്തത് മൂലമാണ് എന്ത് ചെയ്യുന്നത്, ഇരുട്ട് മൂടി വ്യാപരിക്കുന്നത്. വിടുതലില്ലാത്ത അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എഴുന്നേറ്റ് പ്രകാശിക്കുക. പ്രകാശിച്ചു കഴിയുമ്പോൾ വെളിച്ചം വ്യാപരിക്കും, സൃഷ്ടിപ്പുകൾ നടക്കും. യെശയ്യാപ്രവചനം 32:15 വാക്യം പറയുന്നു, ഉയരത്തിൽ നിന്ന് ആത്മാവിനെ പകരുമ്പോൾ മരുഭൂമിയുടെ അവസ്ഥ മാറി അത് ഉദ്യാനമായി തീരും. ഉദ്യാനത്തിൽ നീതി പാർക്കും, അവിടെ ന്യായം വസിക്കും. എൻ്റെ ജനം സമാധാന നിവാസത്തിലും നിർഭയ വസതികളിലും വസിക്കും. അപ്പം നമുക്ക് സമാധാനമില്ല, ഭയമാണ്, അല്ല നീതി കിട്ടുന്നില്ല, ന്യായം വസിക്കുന്നില്ല. എന്ത് ചെയ്യണം? നമ്മൾ ആത്മശക്തി പ്രാപിക്കണം. ഉയരത്തിൽ നിന്ന് ആത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ പകരും, അത് വസിക്കും എന്നാണ് പറഞ്ഞത്. ന്യായം വസിക്കും, നീതി വസിക്കും. നമുക്ക് ന്യായം വല്ലപ്പോഴും കിട്ടുക അല്ല ചെയ്യുന്നത്. നിരന്തരമായ ദൈവിക ന്യായത്തിലും ദൈവത്തിൻ്റെ അനുഗ്രഹത്തിലും നമ്മൾ നടക്കേണ്ടതിന് മരുഭൂമിയുടെ അവസ്ഥ മാറി ശൂന്യതയുടെ അവസ്ഥകളെ മാറ്റി ദൈവിക ന്യായത്തിലും സത്യത്തിലും നടത്തേണ്ടതിന് നമ്മൾ ആത്മാവിൻ്റെ ശക്തിയോടെ ഉണരുക എന്നുള്ള, സഭ മടങ്ങി വരിക, വ്യക്തിജീവങ്ങൾ, നമ്മുടെ പൗരോഹിത്യ ശുശ്രൂഷ ഈ ദിവസങ്ങൾ വർദ്ധിച്ചു വരട്ടെ. കുറച്ച് സമയമല്ല, നമ്മുടെ പ്രാർത്ഥനാ സമയങ്ങൾ അല്ലെ, ഇൻ്റർസെഷൻ എപ്രകാരം ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. ഓരോ വ്യക്തിജീവികളുടെയും പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് അവരുടെ അകൃത്യങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവസേനയിൽ നമ്മൾ മണിക്കൂറുകളോളം ദൈവസേനയിൽ ചെലവഴിക്കും. നമ്മുടെ തലമുറകൾക്ക് വേണ്ടി, ദേശത്തിന് വേണ്ടി പക്ഷപാതം ചെയ്യുമെങ്കിൽ തീർച്ചയായും ദേശത്തിന് ദൈവം സൗഖ്യം വരുത്തും. തലമുറകൾക്ക് വിടുതലുണ്ടാകും, കുടുംബങ്ങൾക്ക് വിടുതലുണ്ടാകും, സഭകൾക്ക് മാനസാന്തരം മടങ്ങി വരെ ഉണ്ടാകും. ദൈവം യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവമാണ്. ദൈവം എപ്പോഴും യഥാസ്ഥാനം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് കർത്താവിൻ്റെ സന്നയിൽ നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാം, ഈ ദിവസങ്ങൾ ദൈവത്തോട് നമുക്ക് പക്ഷപാതം ചെയ്യാം. യേശു കർത്താവ് നമ്മോട് പക്ഷപാതം ചെയ്തതുപോലെ നമുക്കും ദൈവസേനയിൽ പക്ഷപാതം ചെയ്യാം. ഈ ശുശ്രൂഷ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതാണ്. പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യാത്ത ഒരാൾക്ക് രാജകീയ ശുശ്രൂഷയും ചെയ്യുവാൻ കഴിയത്തില്ല. രാജകീയ വാഴ്ച നടത്തണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ പൗരോഹിത്യ ശുശ്രൂഷയിൽ മുതിർന്നവരായിരിക്കണം, ശക്തിയുള്ളവരായി തീരണം. പഴയ നിയമകാലത്ത് പുരോഹിതൻ വേറെയായിരുന്നു, രാജാവ് വേറെയായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ തന്നെയാണ് രാജാക്കന്മാരും പുരോഹിതന്മാരുമായി തീർന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങൾ നമ്മുടെ ഡ്യൂട്ടി നമ്മൾ ചെയ്യുക. ഡ്യൂട്ടി ചെയ്യാത്തത് കൊണ്ടും ദൈവരാജ്യത്തിന് ശക്തി കുറഞ്ഞു പോയോ എന്ന് നമ്മൾ ചോദിക്കും. ദൈവത്തിനല്ല ശക്തി കുറഞ്ഞു പോയത്, നമ്മുടെ ഡ്യൂട്ടിയിൽ നമ്മൾ അലസതയുള്ളവരായി തീർന്നതാണ് അതിൻ്റെ കുഴപ്പമായി തീർന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങൾ ദൈവമക്കളെ നമുക്ക് ഉണർന്ന് പ്രവർത്തിക്കാം, ഉണർന്ന് പ്രാർത്ഥിക്കാം, ഉണർന്ന് പക്ഷപാതം ചെയ്യാം. നമുക്ക് ഭരിക്കുവാൻ തക്കവണ്ണം വളർച്ചയിലേക്ക് നയിക്കാം. കർത്താവ് നിങ്ങളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിക്കുക. നിങ്ങൾക്ക് ഈ ഞാൻ പറഞ്ഞ തലമുറയുടെ വിഷയത്തിലോ മറ്റ് കുടുംബത്തിൻ്റെ വിഷയത്തിലോ ശത്രുക്കൾ പിടിക്കാൻ വരുന്നു, അവർക്ക് അധികാരമുള്ളവരാണ്, ഞങ്ങൾക്ക് അവരെ എതിരിടാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോഴൊക്കെയും ഞങ്ങൾക്കൊരു കൂട്ടായ്മ തരുവാനും പ്രാർത്ഥിപ്പാനും ഒക്കെയും ഞങ്ങൾ തയ്യാറായിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ ഞങ്ങളെ അറിയിക്കുക. നിങ്ങളോട് ചേർന്ന് പ്രാർത്ഥിപ്പാൻ ഞങ്ങൾ സന്നദ്ധരാണ്. കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു.